ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നിന്നാണ് നമ്മൾ ഈ ടോക്ക് എടുക്കുന്നത്. അതുകൊണ്ട് കിളികളുടെ ശബ്ദങ്ങളും അതുപോലെ ഇവിടെയൊക്കെ തോട്ടിലൊക്കെ പണിക്കാരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ആ ശബ്ദമൊക്കെ ചിലപ്പോൾ കേൾക്കാം. എങ്കിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മാറി എത്രയും വേഗം അവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് സാധ്യതകളെല്ലാം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് പണിയുന്നില്ലെങ്കിൽ. 127 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിനെ കൂട്ടുപിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്ന എല്ലാ കാര്യത്തിനും മേലും കർത്താവിൻ്റെ സ്വർഗീയമായ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ടോക്ക് കണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കോ. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി 10 പ്രാവശ്യം ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായ വിടുതലുണ്ടാവും. യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്. മാമോദിസ വഴി ദൈവം സഭ എനിക്ക് നൽകിയ അധികാരത്തിൽ ഇപ്പോൾ ഭവനത്തിൻ്റെ പണിയിൽ തടസ്സമുള്ള എല്ലാ മക്കളുടെയും തടസ്സങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഇത് കേൾക്കുന്നവർ യേശു നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.